empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ദലീലയെ കുറിച്ചായിരുന്നു. ദലീല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര നല്ല ഒരു ക്യാരക്ടറായിട്ടല്ല തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ആ ഒരു വ്യക്തിത്വത്തിലൂടെ, അവൾ ചെയ്ത പ്രവർത്തനങ്ങളിലൂടെ, അവളുടെ മനോഭാവത്തിലൂടെ നമ്മളുടെ തന്നെ ജീവിതത്തിന് ആവശ്യമായ പാഠങ്ങൾ കർത്താവ് നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, തന്നെ വളരെയധികം സ്നേഹിച്ച സാംസണെ ചതിയിലൂടെ, വഞ്ചനയിലൂടെ വീഴ്ത്തിക്കളയുന്ന ദലീലയെ കുറിച്ച് നമ്മൾ കണ്ടു. കർത്താവിന്റെ സ്നേഹം നമുക്ക് ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. എന്നിരുന്നാലും നമ്മൾ തിരിച്ച് പലപ്പോഴും ദലീലമാരായി മാറുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ സാത്താൻ തന്ത്രപൂർവം ഹവ്വായെ ചതിച്ചതുപോലെ ദലീലയിലൂടെ തന്ത്രപൂർവം സാത്താൻ എങ്ങനെയാണ് ചതിക്കുന്നത് എന്ന് കൂടുതലായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിച്ചം വീശുകയായിരുന്നു. നമ്മൾ ജെറമ്യായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ ജെറമ്യ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നതായ ഒരു മനോഭാവത്തെ കുറിച്ച് ജെറമ്യ പ്രവാചകൻ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ പ്രവാചകൻ പറയുകയാണ്, കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. കർത്താവ് മനസ്സിനെ പരിശോധിക്കുന്നു, ഹൃദയത്തെ പരീക്ഷിക്കുന്നു. ഓരോ മനുഷ്യനും അവന്റെ പ്രവൃത്തിക്കനുസരിച്ച് കർത്താവ് പ്രതിഫലം നൽകുമെന്നാ പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന്റെ വചനത്തിന്റെ മുൻപിലായിരിക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മെ തന്നെ സ്വയം വിലയിരുത്താം. കർത്താവിന്റെ മുൻപിൽ നമ്മെ പരിശോധിക്കാം. കർത്താവ് പ്രതിഫലം നൽകുമ്പോൾ, നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച് കർത്താവ് പ്രതിഫലം നൽകുമ്പോൾ അതെങ്ങടായിരിക്കും നമ്മളെ എത്തിക്കുക എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ ദലീലയ്ക്ക് പറ്റിയത്, ദലീലയുടെ മനോഭാവം, അതുവഴി നമ്മുടെ ജീവിതങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ മുൻപിലായിരുന്നു കൊണ്ട് കർത്താവിന്റെ ആത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ, പാപബോധമുണ്ടാകുവാൻ, തെറ്റിനെ കുറിച്ച് ബോധമുള്ളവരാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷയിലേക്ക് വിളിച്ചുകൊണ്ട് കർത്താവിന്റെ ഒരു നയിപ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലൂടെ ഒഴുകണമേ, ഞങ്ങളിൽ നിറഞ്ഞു കവിയണമേ, പാപബോധം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം പകരണമേ. ആമേൻ. തിരുസഭയിൽ നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ. തിരുസഭയിൽ നിറയണമേ. ഹല്ലേലൂയ. എന്നിലെ തടസ്സങ്ങൾ ഞാൻ നീക്കാം. എന്നിലെ അശുദ്ധികൾ ഞാൻ നീക്കാം. പരിശുദ്ധാത്മാവേ, എന്നിലെ തടസ്സങ്ങൾ ഞാൻ നീക്കാം. എന്നിലെ അശുദ്ധികൾ ഞാൻ നീക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ. തിരുസഭയിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഞങ്ങൾ ഓരോരുത്തരിലും നിറയണമേ. ഞങ്ങളിലെ അശുദ്ധികള്, ഞങ്ങളിലെ പാപബന്ധനങ്ങള് പരിശുദ്ധാത്മാവെ എടുത്തു മാറ്റണമേ. ഞങ്ങളിലെ തടസ്സങ്ങളെ ദൂരെ കളയണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപികൾക്ക് അനുതാപം വരുത്തണമേ. തണുത്തവരിൽ അഗ്നി പകരണമേ. ഹല്ലേലൂയ. പാപികൾക്ക് അനുതാപം വരുത്തണമേ. തണുത്തവരിൽ അഗ്നി പകരണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ
പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. ഹല്ലേലൂയ. അഭിഷേകം പകരണമേ. ഓ പരിശുദ്ധാത്മാവേ തിരുസഭയിൽ നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിലൂടെ ഒഴുകണമേ. അഭിഷേകം പകരണമേ. തിരുസഭയിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിലൂടെ ഒഴുകണമേ, ഞങ്ങളിൽ നിറഞ്ഞു കവിയണമേ, പാപബോധം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളിലെ അശുദ്ധികളെ തിരിച്ചറിയുവാൻ, കർത്താവിന് നിരക്കാത്തതിനെ തിരിച്ചറിയുവാൻ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പാപബോധം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളിലുള്ള തെറ്റുകളെ, ഞങ്ങളിൽ തെറ്റായ ചിന്തകളെ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഞങ്ങൾ പോകുന്ന വഴി ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. പിശാചിന്റെ കുടില തന്ത്രങ്ങളിൽ വീണു പോകാതിരിക്കാനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. തിരുവചനത്തിന് മുൻപിൽ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നയിക്കണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു അമ്മേ. ആ ഒരു കൃപ ഞങ്ങളിൽ നിറയുവാൻ അമ്മ സുതനോട് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറുവാനായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദലീലയെ കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ദലീലയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സ്വഭാവത്തെ കുറിച്ചാണ്. നമ്മൾ കണ്ടു, ദലീല നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമേ ആയിരുന്നില്ല. എന്നാൽ ഈ ഒരു പ്രത്യേക സ്വഭാവം, അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് തിരുവചന ഭാഗത്തേക്ക് വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 5-ാം തിരുവാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയതാണ്. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്നു പറഞ്ഞു, സാംസണെ നീ വശീകരിക്കണം, അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളിനാണയം തരാം. ഇവിടെ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ, ശത്രുക്കളാണ് അവർ ഇസ്രായേൽക്കാരുടെ. ആ നേതാക്കന്മാർ ദലീലയുടെ അടുക്കൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. സാംസണെ വശീകരിച്ച് അവന്റെ ശക്തിയുടെ ആ ഒരു രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ദലീലയെ അവർ ചുമതലപ്പെടുത്തുകയാണ്. അതിന് വലിയൊരു പ്രതിഫലവും അവർ ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതനുസരിച്ച് ദലീല തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. നമുക്ക് 6ഉം 7ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ദലീല സാംസണോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. വളരെ സൗമ്യമായിട്ട് ദലീല സാംസന്റെ അടുക്കൽ ചെന്ന് നേരെ കാര്യം ചോദിക്കുകയാണ്. എന്താണ് നിന്റെ ശക്തിയുടെ രഹസ്യം എന്ന് എന്നോട് പറയുക എന്ന് ദലീല പറയുകയാണ്. ഇവിടെ സാംസന്റെ ഉത്തരം, അല്ലെങ്കിൽ അതിന്റെ തുടർന്ന് എന്താ സംഭവിച്ചതെന്ന് തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ഇവിടെ സാംസൺ കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തു എന്ന് വിചാരിച്ച് ദലീല ഈ ഒരു രഹസ്യം ഫിലിസ്ത്യ നേതാക്കളെ അറിയിക്കുന്നുണ്ട്. സാംസൺ ഉറങ്ങിക്കിടന്ന സമയത്ത് 7 ഉണങ്ങാത്ത ഞാണ് കൊണ്ടുവന്ന് സാംസണെ അവൾ ബന്ധിക്കുന്നുണ്ട്. തുടർന്ന് ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവൾ ഉറക്കെ കരയുന്നതായിട്ടാ തിരുവചനം പറയുന്നേ. ഇത് കേട്ട വശം വളരെ സിമ്പിൾ ആയിട്ട് സാംസൺ ഇതെല്ലാം പൊട്ടിച്ചു കളയുകയാണ്. സാംസന്റെ രഹസ്യം അവിടെ പുറത്തായില്ല എന്നവർ തിരിച്ചറിയുകയാണ്. വീണ്ടും ദലീല തന്റെ പരിശ്രമത്തിലേക്ക് കടക്കുകയാണ്.
അവൾ ഒരിക്കൽ കബളിപ്പിക്കപ്പെട്ടു. തന്നെ സാംസൺ കളിപ്പിച്ചു എന്ന് ദലീലയ്ക്ക് മനസ്സിലായി. പക്ഷേ അവൾ തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല. വളരെ ധൈര്യപൂർവം വീണ്ടും അവൾ സാംസണെ സമീപിക്കുകയാ. നമുക്ക് 10ഉം 11ഉം തിരുവാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. ഇവിടെ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ സംഭവിക്കുകയാണ്. ദലീല സാംസനോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, എന്നെ നീ കളിപ്പിച്ചു, എന്നോട് സത്യം തുറന്നു പറയാൻ പറയുകയാ. തുടർന്ന് സാംസൺ വീണ്ടും ഒരു ലക്ഷ്യം പറഞ്ഞു കൊടുക്കുകയാണ്, പുതിയ ഒരു കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാല് എനിക്ക് എന്റെ ശക്തി ഇല്ലാതെയാകുമെന്ന്. വീണ്ടും ഇതേ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. ദലീല അതുപോലെ തന്നെ ഫിലിസ്തീൻ നേതാക്കളെ സമീപിക്കുന്നു, അവർ അപ്രകാരം ചെയ്യുന്നു. പക്ഷേ അതിനും സാംസന്റെ ശക്തിയെ കളയാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ പോലും സാധിക്കുന്നില്ല. പിന്നീട് വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദലീല മടുത്തു പോകാതെ 2 തവണയായി അവൾ കളിപ്പിക്കപ്പെടുന്നു. എങ്കിലും മടുത്തു പോകാതെ വീണ്ടും ഒരു നാണവുമില്ലാതെ അവൾ സാംസന്റെ അടുക്കൽ ചെന്ന് വീണ്ടും ചോദിക്കുകയാ. 13-ാം തിരുവാക്യം. ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എന്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നീതാൽ മറ്റു മനുഷ്യരെപ്പോലെ ഞാൻ ബലഹീനനാകും. വീണ്ടും അതേ സൈക്കിള് തന്നെ ആവർത്തിക്കുകയാണ്. സാംസൺ പുതിയ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാ. നമുക്ക് കാണാൻ സാധിക്കും, അതേപോലെ സാംസണോട് അവർ പെരുമാറുന്നുണ്ട്. അവിടെയും അവർ പരാജയപ്പെടുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പിന്നീടും ദലീല ഇതേ കാര്യത്തിന് വേണ്ടി സാംസന്റെ അടുക്കൽ പെരുമാറുന്നതായിട്ട്, അതിനുവേണ്ടി ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതില് കർത്താവ് നമുക്കൊരു ദൂത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് സുവിശേഷങ്ങളിലേക്ക് കടന്നു വരാം. ഇതുപോലെ തന്നെ ഒരു കാര്യം സുവിശേഷങ്ങളിൽ ഈശോ ഒരു ഉപമയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ 1-ാം തിരുവാക്യത്തിൽ ഈശോ എന്താ പറഞ്ഞു തരുന്നത്? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ഈശോ ഇവിടെ ഒരു ഉപമ പറയുകയാ. നമ്മൾ കണ്ടു ദലീലയെ കുറിച്ച്. ദലീലയ്ക്ക് തന്റെ ആ ഒരു ആവശ്യം, അതിന് ഉത്തരം ലഭിക്കുന്നില്ല. എന്നാൽ വീണ്ടും വീണ്ടും അവൾ മടുത്തു പോകാതെ വീണ്ടും വീണ്ടും അവളുടെ ദൗത്യം അവൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കണ്ടു 3 പ്രാവശ്യത്തോളം അവൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ അവൾ നിരാശപ്പെടുകയല്ല, മടുത്തു പോവുകയല്ല, ഇനി വേണ്ട എന്ന് വയ്ക്കുകയല്ല. വീണ്ടും വീണ്ടും തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന ദലീലയെ നമ്മൾ കാണുന്നത്. അവിടെ അവൾ ഉറപ്പുള്ളവളായി നിൽക്കുകയായിരുന്നു. പെർസിസ്റ്റന്റ് ആയിട്ട്, ദൃഢതയോടെ, സ്ഥിരതയോടെ അവൾ തന്റെ കാര്യത്തിന് വേണ്ടി അവൾ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈശോ പറഞ്ഞു, ഭഗ്നാശരാകാതെ മടുത്തു പോകാതെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന്. എന്താ ഉപമയിൽ ഈശോ പറഞ്ഞത്? നമുക്ക് 2-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ മനുഷ്യനെ കുറിച്ച് 2 കാര്യങ്ങളാ തിരുവചനം നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്. അവന് ദൈവത്തെ ഭയമുണ്ടായിരുന്നില്ല. മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യർ എന്തു പറയും, അവർ എന്ത് ചിന്തിക്കും, അതൊന്നും അവൻ ബോധേഡായിരുന്നില്ല. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തൊരു മനുഷ്യൻ. എന്നാൽ തുടർന്ന് 3-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. ആ ഒരു വിധവ ഈ ഒരു മനുഷ്യന്റെ അടുക്കൽ പല പ്രാവശ്യം പറഞ്ഞു വന്നു. നീതിക്ക് വേണ്ടി അവൾ യാചിക്കുകയാണ്. അവൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യരെയും മാനിക്കുന്നില്ല, ആരെയും ഒരു കൂസലുമില്ലാത്ത മനുഷ്യനായിരുന്നു. എന്നാൽ തിരുവചനം എടുത്തു പറയുക. തൊട്ടടുത്ത വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തിക്കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. ഇവിടെ
ആ വിധവയുടെ നിരന്തരമായ ശല്യപ്പെടുത്തലാണ് അവൾക്ക് ഉത്തരം കിട്ടാൻ ഒരു കാരണമായി തീർന്നത്. ആ ഒരു ശല്യപ്പെടുത്തലിൽ ഈ മനുഷ്യൻ വളരെ ബോധേഡ് ആവുകയാണ്. അവൻ അത് നിരന്തരമായിട്ട് വന്നപ്പോൾ, അതിനെ ഫേസ് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഈ വിധവയുടെ ആവശ്യം അവൻ നടത്തി കൊടുക്കുന്നത്. അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് കർത്താവ് ആ ഉപമയുടെ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 6-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവേൻ. 7-ാം വാക്യത്തിൽ ഈശോ തുടരുകയാണ്, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? കർത്താവ് ആ ഒരു ഉപമയ്ക്ക് കൺക്ലൂഷൻ പറയുന്നത് ഇങ്ങനെയാണ്. തുടക്കത്തിൽ ഈശോ എന്താ പറഞ്ഞേ? ഭഗ്നാശരാകാതെ, മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാ ഈശോ ഈ ഒരു ഉപമ നമുക്ക് കാണിച്ചു തരുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് തിരിച്ച് ദലീലയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. 3 പ്രാവശ്യം അവൾ സാംസന്റെ അടുക്കൽ മടുത്തു പോകാതെ, യാതൊരു മടിയും കൂടാതെ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാ. തന്നെ 3 പ്രാവശ്യവും കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും അവൾ തന്റെ ആ ഒരു പ്രയത്നം അവിടെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് തിരികെ വരാം. അവിടെ 16-ാം അധ്യായത്തിൽ 15-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. ആ ദലീല കംപ്ലൈന്റ് പോലെ പറയുന്നുണ്ട്. 3 പ്രാവശ്യം നീ എന്നെ അവഹേളിച്ചു. ആ ഫിലിസ്തീൻ നേതാക്കളുടെ മുൻപിൽ, മറ്റുള്ളവരുടെ എല്ലാം മുൻപിൽ അവൾ അപമാനിതയായി മാറി. നിന്റെ ഹൃദയം എന്നോട് കൂടെയാണെന്ന്, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും? തുടർന്ന് തൊട്ടടുത്ത വാക്യത്തിൽ 16-ാം തിരുവാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ തിരുവചനം പറയുന്നത്? നിന്റെ അജയ ശക്തി എവിടെ കുടികൊള്ളുന്നു എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. ആ അലട്ടൽ, ആ ഒരു നിരന്തരമായ ശല്യപ്പെടുത്തൽ സാംസണ് മരണത്തിന് തുല്യമായി. വളരെയധികം അവനതൊരു ബുദ്ധിമുട്ടായി തീരുകയാണ്. മരണതുല്യമായ ഒരു അത്രമാത്രം ഒരു ശല്യമായിട്ട് അവരുടെ നിർബന്ധം മാറുകയാണ്. അവസാനം ഇത്രയും മല്ലനായ, പരിശുദ്ധ ബൈബിളിൽ ഇത്രയും ശക്തിയുള്ള ഒരു മനുഷ്യനെ വേറെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. അത്രയും ശക്തിയുടെ കേന്ദ്രം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു മനുഷ്യന് ഈ ഒരു അലച്ചില്, ഈ ഒരു അലട്ടല് കാരണം അവൻ അവളുടെ ആ ഒരു അപേക്ഷ സ്വീകരിക്കുകയാണ്. തന്റെ ശക്തിയുടെ രഹസ്യം അതെന്താണെന്ന് അവൻ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദലീല തന്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ, മടുത്തു പോകാതെയുള്ള പരിശ്രമത്തിലൂടെ ലക്ഷ്യം നേടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 17-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എന്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസിർവ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എന്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ഈ ഒരു രഹസ്യം, ഇത്രയും നാള് അവൻ കാത്തു സൂക്ഷിച്ച ആ ഒരു വലിയ രഹസ്യം അവൻ ദലീലയോട് തുറന്നു പറയുകയാ. കാരണം എന്തായിരുന്നു? അവളുടെ നിരന്തരമായ പരിശ്രമം, നിരന്തരമായ അലട്ടലാണ് ദലീലയ്ക്ക് തന്റെ ലക്ഷ്യം നേടിക്കൊടുത്തത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് എന്താ പറഞ്ഞേ? ഭഗ്നാശരാകാതെ നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിൽ എത്താത്തത് കൊണ്ടാണെന്ന്. നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ കാണുവാൻ സാധിക്കും. ദാനിയേൽ പ്രവാചകൻ അവിടെ പറയുന്നുണ്ട്, അവർ പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിയിരുന്നു. എന്നാൽ അതിന് ഉത്തരവുമായി വന്ന മാലാഖയെ തിന്മയുടെ ശക്തികൾ തടസ്സപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവർ നിരന്തരമായിട്ട് കുറെ നാളത്തേക്ക് തന്നെ യുദ്ധത്തിലായിരുന്നു. ഉത്തരവുമായി വരുന്ന മാലാഖയും അതിനെതിരെ നിൽക്കുന്ന സാത്താന്റെ ആ ഒരു ദൂതനും തമ്മില് വലിയ യുദ്ധം തന്നെ നടക്കുന്നതായിട്ട് തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഭഗ്നാശരാകാതെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ദലീല നമുക്ക് കാണിച്ചു തന്നു, സെറ്റ് ബാക്സ് ഉണ്ടാകുന്നുണ്ട്. ഒത്തിരിയേറെ അവൾ കബളിപ്പിക്കപ്പെട്ടതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും അവളെ തന്റെ ലക്ഷ്യത്തിൽ നിന്ന്, ലക്ഷ്യം നേടുന്നതിൽ നിന്ന് മാറ്റുന്നില്ല. ലക്ഷ്യം നേടിയെടുക്കുക തന്നെ ചെയ്തു. നമുക്ക് കർത്താവിന്റെ ആ ഒരു കൂടെ നടക്കുന്നവർ എന്ന നിലയിൽ ഇവിടെ സാംസൺ വീഴുന്നത് കാണുമ്പോൾ
ഒത്തിരിയേറെ നമുക്ക് വിഷമം തോന്നും. കർത്താവ് വളരെയേറെ തെരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ, അവനെ ദലീല എന്ന സ്ത്രീ കബളിപ്പിച്ച് അവന്റെ രഹസ്യം പുറത്താക്കി അവനെ വളരെ ദുർബലനാക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഹവ്വായെ പഠിച്ചപ്പോഴൊക്കെ കണ്ടു, കർത്താവിന്റെ കൃപയ്ക്ക് എല്ലാം പുനരുദ്ധരിക്കാൻ സാധിക്കും. കർത്താവിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്തൊക്കെ കയ്യിന്ന് പോയി എന്ന് നമുക്ക് തോന്നിയാലും, മുൻപിലുള്ളതെല്ലാം പ്രതിസന്ധിയാണ്, തെറ്റാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലും, കർത്താവിന്റെ കൃപയ്ക്ക് അവിടെ എല്ലാം കൂടുതൽ വേറെ രീതിയിൽ കൃപയ്ക്ക് അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന തിരുവചനം പറയുന്നത്. ഇവിടെ സാംസൺ എന്ന വ്യക്തിയുടെ ജനനത്തിലൂടെ കർത്താവിനൊരു നിയോഗമുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവിന്റെ ദൂതൻ സാംസന്റെ അമ്മയോട് അവന്റെ നിയോഗം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. ഇതായിരുന്നു സാംസന് കർത്താവ് കൊടുത്തിരുന്ന ഒരു നിയോഗം. അവൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കർത്താവ് അവനെ ഏൽപ്പിച്ച ഒരു നിയോഗം. എന്നാൽ ഇതൊക്കെ സംഭവിച്ചു. ഒത്തിരിയേറെ ഡ്രോബാക്സ് അവന്റെ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട്. ദലീലയിലൂടെ അവന്റെ ശക്തി തന്നെ അവൻ ഇല്ലാണ്ടായി. എന്നാൽ അതെല്ലാത്തിന്റെയും അവസാനമായിരുന്നില്ല. നമുക്ക് 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. സാംസണെ ഫിലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി അവസാനം അവനെ ഒരു കോമാളിയായിട്ട്, അവനെ ഒരു പ്രദർശന വസ്തുവായിട്ട് അവിടെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു സമയത്ത് കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കുകയാ. 30-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. അവന്റെ മരണസമയത്ത് അവനെ ഒരു പ്രദർശന വസ്തുവായിട്ട് 2 തൂണുകളിൽ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവിന്റെ ആത്മാവ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അവന്റെ മേൽ ആവസിക്കുന്നുണ്ട്. തുടർന്ന് അവൻ ആ 2 തൂണുകളെ വലിച്ചു പൊട്ടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു പ്രദേശം, ആ ഒരു ഗോപുരം മുഴുവൻ ഇടിഞ്ഞു വീഴുകയാ. അങ്ങനെ ഫിലിസ്ത്യരുടെ വലിയൊരു നിര അവിടെ മരിച്ചു വീഴുകയാ. തിരുവചനം പറയുകയാണ്, മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൻ കൊന്ന ഫിലിസ്ത്യരെക്കാളും ഒക്കെ വളരെ അധികമായിരുന്നു എന്ന്. തങ്ങളുടെ ശത്രുക്കളായ ഫിലിസ്ത്യരെ തോൽപ്പിക്കാൻ അവൻ ആരംഭിക്കുമെന്ന് തിരുവചനത്തിൽ വാഗ്ദാനമുണ്ടായിരുന്നു. തന്റെ മരണസമയത്ത് ആ സമയമായപ്പോഴേക്കും ആ വാഗ്ദാനം സാംസണിൽ നിറവേറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദലീലയിലൂടെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവന് സംഭവിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ കൃപ അതിനെയൊക്കെ മറികടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദലീല എന്ന ഒരു സ്ത്രീ, അവളിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കുകയുണ്ടായി. സാംസൺ അവളെ ഒത്തിരിയേറെ സ്നേഹിച്ചു. പക്ഷെ ആ സ്നേഹം കാണാതെ വഞ്ചനയിലൂടെ ആ സ്നേഹത്തെ കളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ദലീല എന്ന ഒരു സ്ത്രീയെ, ആ ഒരു മനോഭാവത്തെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയായിരുന്നു. നമ്മിലും ആ ഒരു മനോഭാവം ഉണ്ടോ എന്ന്, മറ്റുള്ളവരാകാം, മറ്റു മനുഷ്യരാകാം, എല്ലാറ്റിനും മുമ്പിൽ ദൈവത്തെ തന്നെ, നമ്മെ എല്ലാം മറന്ന് സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? ദലീലയെ പോലെ നമുക്ക് ലോക നേട്ടങ്ങൾക്കായിട്ട്, നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്കായിട്ട് കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ വെച്ചു മാറുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. അതുപോലെ ദലീല വളരെ വശീകരണപൂർവം സാംസണെ അവന്റെ ലക്ഷ്യത്തിൽ നിന്ന്, അവന്റെ മിഷനിൽ നിന്ന് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. ഇതുപോലെ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മെ മാറ്റുന്ന ദലീലമാര് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണെന്ന് കർത്താവിനോടൊപ്പം ഇരുന്ന് നമുക്ക് ചിന്തിച്ച്, പ്രാർത്ഥിച്ച്, കണ്ടെത്തി അവിടെ എല്ലാം കൃത്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാൻ കർത്താവ് തന്നെ നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ കണ്ടു നിരന്തരമായ പരിശ്രമം, യാതൊരു മടുപ്പുമില്ലാത്ത, എന്തൊക്കെ പരാജയങ്ങൾ ഉണ്ടെങ്കിലും അതിലൊന്നും നിന്നു പോകാത്ത പരിശ്രമമായിരുന്നു ദലീലയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവൾക്കൊരു ദൗത്യം കിട്ടിയപ്പോൾ അതിൽ അവൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാ, ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത് വരെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിനോടൊപ്പമുള്ള യാത്രയിൽ, നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഈ സ്ഥിരചിത്തത ഉണ്ടാകുവാൻ കർത്താവ് തന്നെ സഹായിക്കട്ടെ. ആ ഒരു കൃപ നമുക്ക് മേടിച്ചെടുക്കാം. അവസാനം നമ്മൾ കണ്ടു, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കർത്താവിന്റെ കൃപയ്ക്ക് എല്ലാം പുനരുദ്ധരിക്കാൻ സാധിക്കും. എല്ലാ വഴിയും അടഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ഉം 19-ഉം തിരുവാക്യങ്ങളിൽ പ്രവാചകനിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസം, വലിയൊരു വാഗ്ദാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ,
ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വിജനദേശത്ത്, വിജനമാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്ക് തോന്നാം. നമ്മുടെ സാധ്യതകൾ മരുഭൂമി പോലെയാണെന്ന് നമുക്ക് തോന്നാം. വിജനദേശത്ത് ഒരു പാതയുണ്ടാക്കാൻ, മരുഭൂമിയിൽ നമുക്കറിയാം, മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ അവിടെ നദികൾ രൂപീകരിക്കാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. കർത്താവ് പുതിയ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്നാ കർത്താവ് ചോദിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട എന്നാ കർത്താവ് പറയുന്നത്. നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനങ്ങൾക്ക് മുൻപിൽ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദലീലയിലൂടെ കർത്താവ് നൽകിയ മുന്നറിയിപ്പുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവോട് ചേർന്ന് വേണ്ടുന്നതായ മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ മുൻപിലായിരിക്കാം. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവസരങ്ങളാണെങ്കിൽ, അവസ്ഥകളാണെങ്കിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിജനദേശത്ത് പോലും പാതയൊരുക്കാൻ, മരുഭൂമിയിൽ നദികൾ ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ കർത്താവിനെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൽ ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവിന്റെ ശക്തിയെ, കർത്താവിന്റെ അത്ഭുത പ്രവർത്തികളെ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് പാടുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. വഴിയില്ലെങ്കിൽ പുതുവഴിയൊരുക്കും, വാതിലടഞ്ഞാൽ പുതുവാതിൽ തുറക്കും. വിശ്വസിക്കുന്നു കർത്താവേ. ഇല്ലെങ്കിൽ പുതുവഴിയൊരുക്കും, വാതിലടഞ്ഞാൽ പുതുവാതിൽ തുറക്കും. ഹല്ലേലൂയ. മഹത്വത്തിൻ യേശു കൂടെയുള്ളതാൽ ആശങ്ക എനിക്ക് ഏതുമില്ല. മഹത്വത്തിൻ യേശു കൂടെയുള്ളതാൽ ആശങ്ക എനിക്ക് ഏതുമില്ല. യേശു രാജാവ്, വീരനാം ദൈവം, ഏക കർത്താവ്, മഹത്വത്തിൻ ദൈവം. യേശു രാജാവ്, വീരനാം ദൈവം, ഏക കർത്താവ്, മഹത്വത്തിൻ ദൈവം. ഹല്ലേലൂയ. ഞങ്ങളുടെ യേശു രാജാവാണെന്ന്, രാജാതി രാജാവാണെന്ന്, സർവാധിപനാണെന്ന്, എല്ലാം സാധിക്കുന്നവനാണെന്ന്, സർവശക്തനാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. വഴിയില്ലെങ്കിൽ വഴി തുറക്കുന്നവനാണെന്ന്, വിജനദേശത്ത് പാതയൊരുക്കുന്നവനാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നടത്തി എന്നെ. ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നടത്തി എന്നെ. ചതഞ്ഞ ഓടാ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. ചതഞ്ഞ ഓടാ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. യേശു രാജാവ്, വീരനാം ദൈവം, ഏക കർത്താവ്, മഹത്വത്തിൻ ദൈവം. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുന്നു, ഞങ്ങളുടെ രാജാവാണെന്ന്, മഹത്വത്തിൻ ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവാധിപനായ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സർവശക്തനായ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദലീലയുടെ ജീവിതത്തിലൂടെ കർത്താവ് നൽകിയ പാഠങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കർത്താവിനോട് ഒന്നിച്ചുള്ള യാത്രയിൽ ധൈര്യപൂർവ്വം ഈശോയോട് ചേർന്ന് നിന്ന് നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com.
ഞങ്ങളുടെ അഡ്രസ് പ്രിഷില ഷിക്കന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.